നമസ്കാരം. നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികയുടെ പേരിൽ കോൺഗ്രസ് ഉയർത്തിയത് ചൂടേറിയ വാദങ്ങൾ. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ചായിരുന്നു കോൺഗ്രസ് പരാതിയുമായി എത്തിയത്. ഈ പരാതി വരണാധികാരി തള്ളുകയും രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ പത്രിക സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി മാറ്റിവെച്ചിരുന്നു. വാദത്തിനിടെ സ്വത്ത് വിവരങ്ങളുമായിട്ടുള്ള പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാൻ വരണാധികാരിക്ക് കഴിയില്ലെന്ന് BJPയുടെ അഭിഭാഷകൻ വാദിച്ചു. പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകാമെന്നും അഭിഭാഷകൻ അറിയിച്ചു. തുടർന്നാണ് പത്രിക സ്വീകരിച്ചത്. ഫോറം 26 തെറ്റില്ലെന്നും ഇതിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയിലാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. പത്രികയിൽ ഒരു തെറ്റുപോലുമില്ലെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖരന് ബംഗളൂരു കോരാമംഗലയിലെ 200 കോടിയുടെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ശബരിനാഥിന്റെയും കോൺഗ്രസിന്റെയും പരാതി. ബംഗളൂരുവിലെ വസ്തുവിന്റെ കരമടച്ച രസീതുകളുടെ തെളിവുകൾ സഹിതമാണ് കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരുന്നത്. ബംഗളൂരുവിലെ 200 കോടി രൂപ വില വരുന്ന ഈ വീടിന്റെ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. തുടർന്ന് പത്രിക മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ശബരിനാഥൻ വ്യക്തമാക്കി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് കോടതിയെ സമീപിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും വ്യക്തിപരമായി ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ പതിവാണ്. CPM-ഉം BJP-യും ഡീലാണെന്ന് ആദ്യം അവർ പറഞ്ഞു. അത് ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്നെ ആക്രമിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വിവാദങ്ങളല്ല, വികസനം കൊണ്ടുവരാനുള്ള കരുത്താണ്. അത് കോൺഗ്രസിന് ഇല്ല. ഇപ്പോൾ ഉന്നയിക്കുന്നത് പൂർണ്ണമായും കള്ളത്തരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നേമത്തെ BJPയുടെ മുന്നേറ്റത്തിലുള്ള ഭയമാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കള്ളം പറഞ്ഞ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടരുത്. ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റാക്കിയ കോൺഗ്രസാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വരത്തനെന്ന് വിളിച്ചത്. തനിക്കെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്ന മന്ത്രി V. ശിവൻകുട്ടിക്ക് ഭ്രാന്തായോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉള്ള സ്വത്തിന്റെ 25% പോലും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പൊതുസംസാരമുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ച് തങ്ങളുടെ കയ്യിൽ തെളിവില്ലെന്നും LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി പറഞ്ഞു. ഉയർന്നു വരുന്ന പരാതികൾ കമ്മീഷൻ പരിശോധിക്കട്ടെ. പത്രിക തള്ളി വാശി തീർക്കാനൊന്നും ഇല്ലെന്നും രാഷ്ട്രീയ മത്സരം നടക്കട്ടെ എന്നും ശിവൻകുട്ടി പറഞ്ഞു. ബംഗളൂരുവിലെ കോറമംഗലയിലെ 49,000 ചതുരശ്ര അടിയിലുള്ള കൊട്ടാരത്തിന്റെ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് കോൺഗ്രസ് X പ്ലാറ്റ്ഫോമിലും ആരോപിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വിലയേറിയ പ്രദേശത്താണ് ഈ 1.5 ഏക്കർ ഭൂമി. ചതുരശ്ര അടിക്ക് 35,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇവിടെ വില. ഭൂമിയുടെ വില മാത്രം 200 കോടി വരും. മാർച്ച് 17-നാണ് ഇതിന്റെ നികുതി അടച്ചതെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും വ്യക്തമാക്കി. അതിന്റെ ലിങ്കും കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട്. 2024 സത്യവാങ്മൂലത്തിൽ ഈ സ്വത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരന് 93.88 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയിലെ കോറമംഗലയിലെ 15.07 കോടി വില മതിക്കുന്ന 9,600 ചതുരശ്ര അടിയുടെ വീട്, 369.12 ഗ്രാം സ്വർണവും വജ്രവും ഉൾപ്പെടെ 3.58 കോടി രൂപയുടെ ആഭരണങ്ങൾ, 10,000 രൂപ വിലമതിക്കുന്ന 1942 മോഡൽ കാർ, പലിശ ഇനത്തിൽ ലഭിച്ച 5 ലക്ഷം രൂപ, ഓഹരികളും കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലുമായി 35.83 കോടിയുടെ നിക്ഷേപം, ബാങ്കുകളിൽ 4.37 കോടിയുടെ സ്ഥിര നിക്ഷേപം, സ്ഥാപനങ്ങൾ വഴി വായ്പയായി നൽകിയ 34.96 കോടി എന്നിവയാണ് സ്വത്തുക്കളിൽ വരുന്നത്. കൈവശം 64,100 രൂപ മാത്രമാണുള്ളത്. ആദായ നികുതി വകുപ്പിൽ സമർപ്പിച്ച റിട്ടേൺ പ്രകാരം പ്രതിവർഷ വരുമാനം 92.91 ലക്ഷം രൂപയാണ്. ഭാര്യ അഞ്ജുവിന് 60.50 ലക്ഷം രൂപയാണ് പ്രതിവർഷ വരുമാനം. 9.08 കോടിയുടെ ആഭരണങ്ങളടക്കം ഭാര്യയുടെ ആകെ സ്വത്ത് 18.10 കോടിയാണ്. കൈവശം 3.40 ലക്ഷം രൂപയുണ്ട്. വായ്പകൾ ഉൾപ്പെടെ രാജീവിന് 107.39 കോടിയുടെയും ഭാര്യയ്ക്ക് 1.62 കോടിയുടെയും ബാധ്യതകളാണുള്ളത്. കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ എറണാകുളത്ത് ക്രിമിനൽ കേസുമുണ്ട്.